കൊച്ചി വിമാനത്താവളത്തിന് സമീപത്തെ ഓടയിൽ വീണ 3 വയസ്സുകാരി മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അല്പം മുൻപാണ് ആ വാർത്ത അരുൺ ശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുണുണ്ട് വിശദാംശങ്ങൾ നൽകാനായിട്ട്. അരുൺ പറയൂ. തീർച്ചയായിട്ടും ഒരു ദുഃഖകരമായ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിന് മുൻപിലുള്ള ഓടയിൽ വീണ് പരിക്കേറ്റ രാജസ്ഥാൻ സ്വദേശിയായ 3 വയസ്സുകാരൻ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. നെടുമ്പാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റിത്താൻ രാജുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അല്പസമയം മുമ്പാണ് റിത്താൻ്റെ ജാജു മരിച്ചതായിട്ട് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഡൊമസ്റ്റിക് ടെർമിനലിന് മുൻപിലുള്ള തുറന്നു കിടന്ന ഓടയിലേക്ക് ഈ കുഞ്ഞ് വീണത്. അമ്മയും ഒത്ത് ഈ ഓടയ്ക്ക് സമീപം കളിക്കുകയായിരുന്നു. കുറച്ചു നേരത്തേക്ക് കുട്ടിയെ കാണാതായി. ഇതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഈ മാൻഹോളിന് അകത്ത് കുട്ടി വീണ് കിടക്കുന്നതായിട്ട് കണ്ടത്. കുറച്ചു നേരം ആ കുട്ടി ആ മാൻഹോളിനുള്ളിൽ വീണ് പോയിരുന്നു, തുറന്നു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അപകടത്തിന് ശേഷം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും അധികൃതർ ഈ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് അത് മൂടി ഇടുന്നുണ്ട്. എന്തായാലും ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് ഈ മാൻഹോൾ തുറന്നു കിടന്നത് മൂലം നഷ്ടമായിരിക്കുന്നത്. രാജസ്ഥാൻ സ്വദേശിയാണ് ഈ 3 വയസ്സുകാരൻ. ഇപ്പോൾ കുടുംബം നെടുമ്പാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. ഡൊമസ്റ്റിക് ടെർമിനലിന് പുറത്ത് വളരെ മനോഹരമായി സജ്ജീകരിച്ചിട്ടുള്ള മുറ്റത്താണ് ഈ അപകടം ഉണ്ടായത്. ഈ പുൽത്തകടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരു സ്ഥലത്തായിരുന്നു ഈ മാൻഹോൾ ഉണ്ടായിരുന്നത്. അത് തുറന്നു കിടക്കുകയായിരുന്നു. കുട്ടിയുടെ ശ്രദ്ധയിൽ അത് വന്നില്ല, കുട്ടിയുടെയും രക്ഷകർത്താക്കളുടെയും ശ്രദ്ധയിൽ അത് വന്നില്ല. മനോഹരമായി കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനൊരു അപകടം പതിഞ്ഞിരിക്കുന്നു എന്ന് ആരും വിചാരിച്ചിരുന്നില്ല. അല്പസമയം കുട്ടിയെ കാണാതായി. അതിനുശേഷം തിരഞ്ഞപ്പോഴാണ് കുട്ടി ഈ മാൻഹോളിനുള്ളിൽ വീണുപോയ കാര്യം അച്ഛനും അമ്മയും അറിഞ്ഞത്. ഉടൻ തന്നെ കഫേയുടെ ചേർന്നുള്ള മാൻഹോൾ ആണെങ്കിൽ ഇത് പൂർണ്ണമായും സിയാലിന്റെ കൂടി നിയന്ത്രണത്തിൽ വരുന്നതല്ലേ? അപ്പോൾ അവരുടെ വാർത്താക്കുറിപ്പിലൂടെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും പ്രതികരിച്ചോ വിമാനത്താവള അധികൃതർ? ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇങ്ങനൊരു അപകടം ആരും പ്രതീക്ഷിക്കില്ല. അങ്ങനെയാണ് ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായത്. തീർച്ചയായിട്ടും ഇത് വിമാനത്താവളത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണത്. ഡൊമസ്റ്റിക് ടെർമിനൽ തൊട്ട് മുമ്പിലുള്ള സ്ഥലമാണ്. കഫേ എന്ന് പറയുന്നത് അവിടെ മറ്റൊരു അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. കഫേ ഈ വിമാനത്താവളത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. വിമാനത്താവളമാണ് ഈ സ്ഥലമൊക്കെ പരിപാലിക്കുന്നത്. അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ അറിയിച്ചിരുന്നത് ഞങ്ങൾ വാർത്താക്കുറിപ്പ് തയ്യാറാക്കുന്ന തിരക്കിലാണ്, അത് അല്പസമയത്തിനകം നൽകാം, അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്നതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ അനാസ്ഥ മൂലമാണ് ഈ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളത് നമ്മൾക്കിപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കുക എന്ന് പറയുമ്പോഴൊന്നും ആലോചിച്ച് നോക്കൂ. അതിമനോഹരമായിട്ടുള്ളൊരു ഉദ്യാനം. ആ ഉദ്യാനത്തിലേക്ക് ഒരുപക്ഷെ വന്നിറങ്ങിയതായിരിക്കാം വിമാനത്താവളത്തിലേക്ക് ആ കുട്ടി കുടുംബത്തോടൊപ്പം. 3 വയസ്സുള്ള കുട്ടിയാണ്. അവൻ ഓടി ആ പൂക്കളുടെ ഒക്കെ തേടി അങ്ങോട്ടേക്ക് ഓടിപ്പോയതായിരിക്കും. ആ പൂക്കൾക്കൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു മരണക്കുഴി ആ കുട്ടിയെ തേടിയിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു തരത്തിലും ചിന്തയിൽ പോലും ഉണ്ടാകത്താണ്. കുട്ടിയെ കാണാതായപ്പോഴും അവിടെയല്ല അവർ ആദ്യഘട്ടത്തിൽ നോക്കിയത്. പിന്നീടാണ് അതിനുള്ളിൽ കുഞ്ഞിനെ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം തന്നെയാണോ മരണം സംഭവിച്ചായിരുന്നു, അതോ നേരത്തെ തന്നെ ജീവൻ നഷ്ടമായ സ്ഥിതിയായിരുന്നു? കാരണം ഒരാൾ കൂടുതൽ താഴ്ചയുള്ള കുഴിയാണ്, അത്രയും മാലിന്യങ്ങളുള്ളതാണ്, 3 വയസ്സ് മാത്രമാണ് പ്രായം. ഇത് നല്ല ആഴമുള്ള ഒരു ഓടയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിമാനത്താവളത്തിൻ്റെ അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഈ ഓട നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് നല്ല ആഴമുണ്ടായിരുന്നു. ഒരാൾ പൊക്കത്തിനേക്കാൾ താഴ്ച ഈ മാൻഹോളിനുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനകത്തേക്കാണ് കുട്ടി വീണ് പോയപ്പോൾ ഈ അതിനകത്ത് മലിനജലവും മറ്റ് ഖരമാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പൊതിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. കുറച്ചു നേരം കുട്ടി അവിടെ കിടന്നുപോയി. അതാണ് ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ട് പ്രാഥമികമായിട്ട് പറയുന്നത്. ശ്വാസമുട്ടിലൂടെ ഉണ്ടായ പ്രശ്നങ്ങളാണ് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടാണ് പ്രാഥമികമായിട്ട് ഉള്ള നിഗമനം. എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മരണം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ആശുപത്രി കുട്ടി മരിച്ചതായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ കുടുംബം കൊച്ചിയിലെത്തി വളരെ പുറത്തിറങ്ങി, വിമാനത്താവളത്തിന് പുറത്തിറങ്ങി ഏതാനും മിനിറ്റുകൾക്കുമാണ് ഇത്തരമൊരു ധാരണ സംഭവം ഉണ്ടായത്. ആർക്കും അങ്ങനെ ഒരു അപകടം അവിടെ പതിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തോന്നില്ല. അത് മുതിർന്നവരാണെങ്കിൽ പോലും തോന്നില്ല. കാരണം മനോഹരമായിട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. പുൽത്തകടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെടികളൊക്കെ വെച്ച് വളരെ അലങ്കാരമാക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു അപകടം ആരും പ്രതീക്ഷിക്കില്ല. കുട്ടിയും അവിടെ അങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം നല്ല രീതിയിൽ കിടക്കുന്ന ഒരു പ്രദേശമല്ലേ, പുൽത്തകടിയൊക്കെ ഉള്ളതുകൊണ്ട് ഓടിക്കളിക്കാം, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റ് വാഹനങ്ങളുടെ ശല്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. കുട്ടി അപ്പോൾ സുരക്ഷിതമായ സ്ഥലത്താണ് നിൽക്കുന്നത് എന്നൊരു തോന്നൽ അമ്മയ്ക്കുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു ശ്രദ്ധ തിരിഞ്ഞപ്പോഴാണ് ഈ കുട്ടി ഓടയിൽ വീണു പോയത്. ആ ഓടയിൽ വീണു പോയത് മാത്രമല്ല, കുറച്ചു നേരം കുട്ടി അവിടെ കിടന്നിരുന്നു. അമ്മ തിരക്കി അവിടെ എത്തുമ്പോൾ അവിടെ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴാണ് കുട്ടി അവിടെ വീണുപോയ കാര്യം അറിഞ്ഞത്. അതിന് മുമ്പ് മറ്റു സ്ഥലങ്ങളിലൊക്കെ തിരഞ്ഞിരുന്നു, മറ്റു സ്ഥലങ്ങളിലേക്കെങ്ങാണ് പോയതായിരുന്നു എന്നൊക്കെ അമ്മ നോക്കിയിരുന്നു. അപ്പോൾ കുട്ടി അവിടെ കുറച്ചു നേരം വീണുപോയി. അങ്ങനെ ശ്വാസം മുട്ടിയാണ്
ശ്വാസം മുട്ടിയാകാം മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം.